വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീ ടെക്കി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് ആമസോൺ അസോസിയേറ്റ്സിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരാനാണ്. അതായത് ഞാൻ ഈയിടെ ഒരു ആമസോൺ അസോസിയേറ്റിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു കുറച്ച് മുൻപേ. അതിലെനിക്കൊരു കുറേ വ്യൂ കിട്ടിയിരുന്നു. ഓക്കെ, അതിൽ കുറേ ആൾക്കാർ കോണ്ടാക്ട് ചെയ്തത് ഈ ഒരു ആമസോൺ അഫിലിയേറ്റിനെ പറ്റി സംസാരിക്കാനാണ്. അതായത് പല ആൾക്കാർക്കും പല സംശയങ്ങളാണ്. നിങ്ങൾ ആ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഫോം ഫില്ലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കുറെ ആൾക്കാർ ആ ഒരു സംശയം, അപ്പൊ അങ്ങനെ ഒരു വേണമെങ്കിൽ ഇതൊരു കമന്റ് റിയാക്ഷൻ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയെ വിളിക്കാം. ഓക്കെ, അപ്പൊ എന്നോട് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ, അപ്പൊ ഞാൻ അവരൊക്കെ പേഴ്സണലി അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ നമ്പർ ഓൾറെഡി ഞാൻ കൊടുക്കുന്നുണ്ട്. കോൺടാക്ട് ചെയ്താൽ ഞാൻ അവർക്കുള്ള ഹെൽപ്പ് കൊടുക്കാറുണ്ട്. അപ്പൊ ജനറൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ തന്നെ എടുത്താൽ എല്ലാവർക്കും അല്ലെ സംശയമുള്ള എല്ലാവരുടെ കാര്യങ്ങളും ക്ലിയർ ആവും. അപ്പൊ ഇതിൽ പ്രത്യേകമായിട്ട് സംശയം ചോദിക്കുന്ന ആൾക്കാരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ ഈ ഒരു ലിങ്ക് പിന്നെ മൊബൈലിൽ എങ്ങനെ എടുക്കുന്നുള്ളത് കുറച്ച് ആൾക്കാർ സംശയം ചോദിച്ചിരുന്നു. അത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. മൊബൈലിൽ നിങ്ങൾക്ക് ഈ ഒരു പിന്നെ സ്ട്രൈപ്പ് കിട്ടുന്നതാണ്. ഓക്കെ, അത് എങ്ങനെ സെറ്റപ്പ് ചെയ്യണമെന്ന് ഞാനിവിടെ ഐബട്ടണിൽ കൊടുക്കുക ആ വീഡിയോ. ഓക്കെ, ആ സംശയം നിങ്ങൾ ആ വീഡിയോ നോക്കിയിട്ട് മനസ്സിലാക്കുക. പിന്നെ ഉള്ള ആൾക്കാരുടെ ചോദ്യം എന്താ വെച്ചാൽ ഇത് ഞാൻ എങ്ങനെ പ്രൊമോട്ട് ചെയ്യും, എന്നെ കൊണ്ടൊക്കെ പറ്റുമോ, ഇതൊക്കെ വലിയ വലിയ യൂട്യൂബേഴ്സിന് അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയ കാര്യമല്ലേ, എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള. ഓക്കെ, നമ്മളെപ്പോഴും ഒരിക്കലും ഇല്ല, നമ്മളെ പറ്റി ഒരിക്കലും അങ്ങനെ ഒരു നെഗറ്റീവായി ചിന്തിക്കാൻ പാടില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഏതൊരു യൂട്യൂബറും വെറുതെ ഇന്നൊരു ദിവസം ഒരു യൂട്യൂബർ ആയതല്ലല്ലോ. ഇപ്പൊ ഞാൻ ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഒരു പോപ്പുലറായ യൂട്യൂബർ അല്ല. പക്ഷെ ഞാൻ എന്റെ ഈ പണി ഇവിടെ നിർത്തുവോ? ഇല്ല. എന്തെങ്കിലും ഒരു ദിവസം ആ ഒരു ദിവസം വരും. അപ്പൊ അതാണ്. അപ്പൊ ഞാനൊരു ഫേമസ് യൂട്യൂബർ അല്ല എന്ന് വിചാരിച്ചിട്ട് ഈ പണി നിർത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഫേമസ് ആവും എങ്ങനെയാവും? ഞാനൊരു എന്റെ വർക്ക് നിർത്തി വെക്കുകയാണെങ്കിൽ. അപ്പോൾ എഫിലിയേറ്റ് ലിങ്കിലൂടെ ഇപ്പൊ നിങ്ങൾ കേൾക്കണ്ട, എനിക്ക് എഫിലിയേറ്റ് ലിങ്കിലൂടെ ഞാൻ ഒരുപാട് പണം ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും അല്ലെ. സ്റ്റാർട്ടിങ് പറയുക എനിക്കും അത്ര വലിയൊരു പിന്നെ വ്യൂവറും ഓഡിയൻസ് ഒന്നും അധികം ഇതുവരെ ഉണ്ടായിട്ടില്ല. വരുന്ന കാലത്ത് എനിക്കറിയാം ആ ഒരു എഫിലിയേറ്റ് ലിങ്കിലൂടെ എനിക്ക് നല്ലൊരു രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഓൾറെഡി അത്യാവശ്യം ഒക്കെ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നല്ല ഞാൻ പറയാം. പക്ഷെ അത് കൂടും, 100% ഉറപ്പാണ്, അത് കൂടും. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇതൊരു വലിയൊരു യൂട്യൂബർക്കുള്ള പണിയാണ് അല്ലെങ്കിൽ ഇത് നമുക്ക് പറ്റിയ അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾക്കിപ്പോ വീഡിയോയിൽ വരണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പൊ നിങ്ങൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുക്കാം, എനിക്ക് വീഡിയോയിൽ വരാനും ഫേസ് ചെയ്യാനൊന്നും എന്തിനാ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ വീഡിയോയിൽ യൂട്യൂബ് ഷോർട്സ് ഇടുക. അപ്പൊ ഷോർട്സിൽ മോണിറ്റൈസ് ആവണം എന്നുള്ളൊരു ഉദ്ദേശം വെക്കണ്ട. കാരണം ഷോർട്സിൽ അത്രയും മില്യൺ വ്യൂ വന്നാലൊക്കെ നിങ്ങൾക്ക് അറിയാം മോണിറ്റൈസ് ആവുള്ളൂ. അപ്പൊ ആ ഒരു മോണിറ്റൈസേഷൻ മനസ്സിൽ വിട്ടേക്കുക. നിങ്ങൾ വെറും ഒരു ആമസോൺ അഫിലിയേറ്റ്സിൽ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉണ്ടല്ലോ നിങ്ങൾ ഷോർട്സ് വീഡിയോ തുടങ്ങിക്കൊള്ളുക. എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാനൊരു പറഞ്ഞുതരാം. അതായത് വളരെ ഈസിയാണ്. കുറച്ച് വീഡിയോ എഡിറ്റിംഗ് നിങ്ങൾ പഠിക്കണം. വീഡിയോ എഡിറ്റിംഗിന് ഇഷ്ടംപോലെ ആപ്സ് ഉണ്ട്. ഞാൻ അതും ഇവിടെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. വിറ്റ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. കാരണം അതിൽ വാട്ടർമാർക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ കൈൻ മാസ്റ്ററും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കൈൻ മാസ്റ്ററിന്റെ പിന്നെ എന്താ പറയുക വാട്ടർമാർക്ക് വരും. പിന്നെ വാട്ടർമാർക്ക് വരാതിരിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട്. അതൊന്നും ഞാനിപ്പോ ഇവിടെ ഡിസ്ക്ലോസ് ചെയ്തില്ല, കാരണം അത് ലീഗൽ ആണോ എന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, വാട്ട് എവർ. അപ്പൊ നമുക്ക് വിറ്റ ആപ്പ് എടുക്കാം. വിറ്റ ആപ്പ് നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിന്റെ വാട്ടർമാർക്ക് നിങ്ങൾക്ക് കളയാവുന്നതാണ്. അപ്പൊ ഏതൊക്കെ ഒരു വീഡിയോ എഡിറ്റിംഗ് പഠിച്ചിരിക്കണം. ഒന്നും പഠിക്കാതെ എനിക്ക് അഫിലിയേറ്റ് ലിങ്കിലൂടെ ചെയ്യണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യം അല്ല. കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. അതിനുള്ള മാനസികാവസ്ഥ നിങ്ങൾ വരും. ഇന്ന് കയറിയ മുതൽ നാളെ മുതൽ പണം സമ്പാദിക്കുന്ന വിചാരം മാറ്റിവെക്കുക. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അൺലിമിറ്റഡ് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ഡെഡിക്കേഷൻ ആൻഡ് പേഷ്യൻസ് ഇത് രണ്ടും ഇല്ലാണ്ട് നിങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വരേ വേണ്ട. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വരണം. നിങ്ങൾക്ക് അതിലൂടെ ഒരു ലക്ഷപ്രഭു കോടീശ്വരൻ ആവണമെങ്കിൽ അതാണ് അതിന്റെ ഒരു ഉദാഹരണം. ബ്ലോഗിങ് ചെയ്ത ഉടനെ നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. ബ്ലോഗിങ്ങിന് നല്ല ഞാൻ ബ്ലോഗിങ് ചെയ്യുന്ന ഒരാളാണ്. ക്ഷമാപൂർവ്വം ഞാനത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതും ഒരു ദിവസം വിജയിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന പ്ലാറ്റ്ഫോം ഒന്നും അല്ല. അതുകൊണ്ട് ക്ഷമ വേണം, നിങ്ങൾക്ക് ആ ഒരു ഡെഡിക്കേഷൻ വേണം. ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇനിയിപ്പം ഞാനൊന്ന് പറയാം. അപ്പൊ ആമസോൺ അഫിലിയേറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഷോർട്സ് വീഡിയോ നിങ്ങൾ പിന്നെ പ്രോഡക്ട്സിന്റെ നിങ്ങൾ വാങ്ങിയിരിക്കുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ ഒബ്വിയസ്ലി യു ക്യാൻ പ്രിപ്പയർ എ വീഡിയോ അല്ലെ. അതിന്റെ ഒരു റിവ്യൂ നിങ്ങൾ ഉപയോഗിക്കുക. അവർക്ക് അതിന്റെ റിവ്യൂ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ അൺബോക്സിങ് നിങ്ങളെ ഫേസ് കാണിക്കണം ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ വെറും പ്രോഡക്റ്റിന്റെ മേലെ ക്യാമറ ഫേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ പ്രോഡക്റ്റിനെ പറ്റി ഒന്ന് കാണിക്കുക. അൺബോക്സിംഗ് ആയിട്ടും റിവ്യൂ ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് ചെറിയൊരു ഷോർട്സ് വീഡിയോ എടുത്താൽ മതി. വലിയ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പിന്നെ കുറെ
നിങ്ങളുടെ ഇഷ്ടം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഷോർട്സ് വീഡിയോ ആകുമ്പോൾ ആളുകൾ പെട്ടെന്ന് ഒരു ആ ഒരു 30 സെക്കൻഡിൽ ടക്ക് കുറച്ച് ഫാസ്റ്റ് മോഡിൽ നമ്മളൊരു കാര്യങ്ങൾ പറയുക. ഇനിയിപ്പോ വോയിസ് കൊടുക്കാനും മടിയുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ടെക്സ്റ്റ് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് ഇതിങ്ങനെയാണ്, അതാണ് ഇതിന്റെ ഫീച്ചർ, ഇതാണ്, ഇതിങ്ങനെയാണ്, അങ്ങനെയാണ്. പിന്നെ നല്ലൊരു ടൈറ്റിൽ കൊടുക്കുക. അതായത് ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് അങ്ങനെയുള്ള ഒരു ഇതിൽ കൊടുക്കുക. അപ്പോൾ ഒരു ഇയർഫോൺ പിന്നെ 1000 രൂപയിൽ താഴെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇയർപോഡ്സിനെ ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ്. അങ്ങനെ രീതിയിൽ നല്ല ടൈറ്റിൽസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് വ്യൂ വരും. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ആമസോൺ ലിങ്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അത് പ്രത്യേകം പറയണം. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്കിലുണ്ട്, അതുവഴി വാങ്ങാമെന്ന് പ്രത്യേകം പറയുക. ഓക്കെ, അപ്പൊ അത് കുറച്ച് സ്മാർട്ടായി വർക്ക് ചെയ്യുക. അത് പെട്ടെന്ന് തന്നെ ഇത് വർക്ക് ചെയ്യണമെന്നില്ല. നിങ്ങൾ ഇതിനോട് ഡെഡിക്കേഷൻ വേണം. ഞാൻ പറഞ്ഞല്ലോ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ നിരന്തരമായി പ്രവർത്തിക്കുക. ഇനി അതവിടെ ഒരു വഴി. ഇനിയൊരു നിങ്ങൾ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കുക. നിങ്ങളെ ഒരു ഷോപ്പിംഗ് പേജ് നിങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് അവിടെ കുറച്ച് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ പോയിട്ട് ജോയിൻ ആവുക. ആ ഗ്രൂപ്പിൽ പോയിട്ട് നിങ്ങൾ ഈ ഉണ്ടാക്കിയ വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ എന്ത് വീഡിയോ എടുത്തോ അത് തന്നെ നിങ്ങൾ ഫേസ്ബുക്കിൽ വിട്ടോ. കാരണം ഇവിടെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. നിങ്ങൾ കോപ്പി പേജ് അങ്ങനെ ഒന്നുമില്ല. അത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ആ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ റീൽസിൽ പോയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ പല വഴിയുണ്ട്. ഒരേ വീഡിയോ നിങ്ങൾ ഈ എല്ലാ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ ഷെയർ ചെയ്തോളൂ. പിന്നെ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. ആ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. ഈ ഫേസ്ബുക്കിലൂടെയും അവിടെയുള്ള എല്ലാ സോഷ്യൽ മീഡിയ പോയിട്ട് ആ ടെലിഗ്രാമിലേക്ക് നിങ്ങൾ ക്ഷണിക്കുക. അപ്പൊ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. അപ്പൊ മെല്ലെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ സംഭവം പെട്ടെന്ന് ഇന്നു മുതൽ ഒരുപാട് ആൾക്കാരെ ഫോളോവേഴ്സ് ഒന്നും കിട്ടില്ല, ടൈം എടുക്കും. അങ്ങനെ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ നന്നായിട്ട് പണം സമ്പാദിക്കാം. പക്ഷെ ക്ഷമ വേണം. പക്ഷെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഇനി വേറൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുകയാണ്. അതായത് അത് നിങ്ങളോട് പറഞ്ഞേ പറ്റൂ. കാരണം വെച്ചാൽ അഫിലിയേറ്റ്സ് അക്കൗണ്ട് എടുത്തു കഴിയുമ്പോൾ നമ്മൾ 6 മന്ത് വരെ നമുക്ക് ഒരു സെയിലും വന്നില്ലെങ്കിൽ നമ്മളെ അക്കൗണ്ട് ഡിസേബിൾ ആവും. എൻ്റെ എത്രയോ പ്രാവശ്യം ഡിസേബിൾ ആവും. അതാ ഞാൻ പറയാം, മോട്ടിവേഷൻ. നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കണം. ഡിസേബിൾ കണ്ടെന്ന് വെച്ചാൽ നമ്മളത് വിട്ടേക്കരുത്. നമ്മൾ വീണ്ടും ആ ഫോം സെയിം വേ ഫില്ലപ്പ് ചെയ്യുക, വീണ്ടും അഫിലിയേറ്റ് ലിങ്ക് ഉണ്ടാക്കുക. അപ്പൊ അതൊരു പുതിയ അഫിലിയേറ്റ് ലിങ്ക് ആയിരിക്കും. എൻ്റെ എത്രയോ പ്രാവശ്യം, എനിക്കൊന്നും 4-5 പ്രാവശ്യം ഡിസേബിൾ ആയിട്ടുണ്ടാവും. പിന്നീട് ഞാൻ അതിലൊരു ഒരു ട്രിക്ക് കണ്ടുപിടിച്ചു. അത് 6 മാസം അവർക്കൊരു ടൈം ലിമിറ്റ്, നിങ്ങൾക്ക് മെസ്സേജ് വരും 180 ഡേയ്സിനുള്ളിൽ. കുറച്ചൊരു ഡേയ്സ് ഉണ്ട്, ഞാൻ മറന്നു. ആ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഒരു സെയിലും വന്നിട്ടില്ലെങ്കിൽ അവർ പറയും നിങ്ങളെ അക്കൗണ്ട് ഇനി ഡിസേബിൾ ആക്കുമെന്ന് പറയും. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അപ്പൊ അതുവരെ നമ്മളിങ്ങനെ കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്ന സമയമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അക്കൗണ്ട് ഒന്ന് ആക്ടിവേറ്റ് ആക്കി വെക്കാൻ ഞാനൊരു മാർഗം പറഞ്ഞുതരാം. അതാ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനിപ്പോ എന്റെ അക്കൗണ്ട് ഡിസേബിൾ ആവാതെ ഇപ്പൊ കിടക്കുന്നത്. പിന്നെ ഈ ഒരു അക്കൗണ്ട് ഡിസേബിൾ ആവാതെ സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഫ്രണ്ട്സിന്റെ മൊബൈലില് നിങ്ങൾ എവിടെയാണ്, നിങ്ങളൊരു സോഷ്യൽ മീഡിയയിലായിരിക്കണമല്ലോ ഇട്ടത് അല്ലെ. ആ സോഷ്യൽ മീഡിയയിൽ അവരെ കൊണ്ട് ആ സോഷ്യൽ മീഡിയയിൽ പോയി പ്രോഡക്റ്റ് നിങ്ങൾ തന്നെ വാങ്ങിക്കോ, കുഴപ്പമില്ല. അതിപ്പോ നിങ്ങളെ ഫാമിലി മെമ്പർ ആയിക്കോട്ടെ, അതായാലും കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾ ഹസ്ബൻഡ് ആവട്ടെ, നിങ്ങളുടെ മക്കളാവട്ടെ, അവരെ ഫോണിൽ നിന്നും കൊണ്ട് നിങ്ങൾ എവിടെയാണോ ലിങ്ക് ഇട്ടത് അവിടെ പോയി സെർച്ച് ചെയ്തിട്ട് അങ്ങനെ സെർച്ച് ചെയ്ത് ലിങ്ക് എടുക്കണം. അത് ഡയറക്റ്റ് അങ്ങനെ ചെയ്യരുത്. അപ്പൊ അത് ട്രാഫിക്കിൽ വരും. അപ്പൊ ഇപ്പൊ നമ്മളൊരു ഫേസ്ബുക്കിലാണ് അല്ലെങ്കിൽ യൂട്യൂബിലെ ഷോർട്സിലാണ് ഇട്ടതെങ്കിൽ നിങ്ങളെ വീട്ടിലെ ഫാമിലി മെമ്പർ ആ യൂട്യൂബ് വീഡിയോയിലേക്ക് പോയിട്ട് ആ ലിങ്കിലൂടെ ആമസോൺ പ്ലാറ്റ്ഫോമിൽ എത്തുക. ഓക്കെ, അവർ ആമസോൺ ആപ്ലിക്കേഷൻ വേണം. എന്നിട്ട് നിങ്ങൾ ആ പ്രോഡക്റ്റ് അവിടെ നിന്ന് വാങ്ങുക. അപ്പൊ എന്തായി, 1 ബയറായി. അത് നിങ്ങൾക്ക് എന്നും വേണമെങ്കിൽ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ തന്നെ വാങ്ങരുത്. നിങ്ങളെ അക്കൗണ്ടിൽ നിന്നും കൊണ്ട് നിങ്ങൾ തന്നെ അഫിലിയേറ്റ് എങ്കിൽ അത് ഇല്ലീഗലാണ്, അതൊരിക്കലും ചെയ്യരുത്. പക്ഷെ ഈ ഒരു മെത്തേഡ് ഞാൻ സാധനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിന്റെ ആപ്ലിക്കേഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പ്രോഡക്റ്റും അങ്ങനെ വാങ്ങിക്കോളൂ സ്ഥിരമായിട്ട്, കുഴപ്പമില്ല. അങ്ങനെ എനിക്ക് ജനറേറ്റ് ആവുന്നുണ്ട്, അതിന്റെ ഇൻകം ജനറേറ്റ് ആവുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ അങ്ങനെ പിന്നെ അക്കൗണ്ട് ഡിസേബിൾ ആവുന്നത് നമുക്ക് രക്ഷപ്പെടുത്താലോ. വല്ല ഫോളോവേഴ്സ് വരട്ടെ, അതിലൂടെ നമുക്ക് അതിലേക്ക് ഇൻക്രീസ് ചെയ്യട്ടെ അതിന്റെ വരുമാനം. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. പിന്നെ നിങ്ങൾക്ക് ഈ ആമസോണിന്റെ ഓരോ കമ്മീഷനെ പറ്റി നോക്കാനൊക്കെ അവിടെ അക്കൗണ്ടിൽ പോയാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഓരോ പ്രൊഡക്റ്റിന് എത്ര കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കമ്മീഷൻ കൂടുതലുള്ള പ്രൊഡക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പം കുറച്ചുകൂടി നല്ലതായിരിക്കും.
കുഴപ്പമില്ല, അങ്ങനെയൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം ആമസോൺ സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവരെന്താ വാങ്ങാൻ, നിങ്ങൾ ഒരിക്കലും കൊടുക്കുന്ന സാധനമായിരിക്കില്ല അവർ വാങ്ങുന്നത്. ചിലപ്പോൾ അവരെ മനസ്സ് മാറി അവർ വേറെ പ്രൊഡക്റ്റ് വാങ്ങാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അവർ വാങ്ങിയ പ്രൊഡക്റ്റിന്റെ കമ്മീഷൻ നിങ്ങൾക്ക് അക്കൗണ്ടിൽ വന്നിരിക്കും. ഓക്കെ. പിന്നെ വേറെ സംശയം ആളുകൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അക്കൗണ്ട് നമ്പർ അതൊക്കെ കൊടുക്കുക. പിന്നെ 1000 രൂപ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളെ അക്കൗണ്ടിൽ പിന്നെ പൈസ ട്രാൻസ്ഫർ ചെയ്യൂ. ഓക്കെ. എൻ്റെ പൈസ ക്രെഡിറ്റ് ആയി കഴിഞ്ഞു. അപ്പൊ 1000 രൂപ മിനിമം ആവണം. അപ്പോഴേ അവർ മന്ത്ലി നമ്മൾ പൈസ 1000 രൂപ ആകുന്നവരെ നമ്മൾ അവിടെ അവർ വെയിറ്റ് ചെയ്യും. ഓക്കെ. അത് അവർ ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ ചോദിച്ച സംശയം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഒരാളൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് അപ്പൊ തന്നെ അവരൊക്കെ എനിക്ക് പൈസ ക്രെഡിറ്റ് ആയിട്ടില്ലല്ലോ, അങ്ങനെയല്ല ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ ഒരു കാര്യം വിചാരിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന എപ്പോഴാണെന്നറിയോ? ഒരാൾക്ക് പ്രൊഡക്റ്റ് പോയി അവർക്ക് ഷിപ്പ് ചെയ്ത് അവർ ക്യാൻസൽ ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പ് വരില്ലേ, അപ്പോഴേ നമ്മളെ പൈസ ക്രെഡിറ്റ് ആവും. പിന്നെ അതുവരെ ഓർഡർ ചെയ്ത വിവരം കിട്ടും, ഷിപ്പ് ചെയ്തു, ഓർഡർ ചെയ്ത്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് നിങ്ങളെ പ്രോഡക്റ്റിന്റെ വില എത്ര ആൾക്കാരെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ റവന്യൂ ജനറേറ്റ് ചെയ്യുക ഈ ഒരു സമയത്താണ്. എപ്പോഴും അവരെ ക്യാൻസൽ ചെയ്യാതെ ഓർഡർ പോയി കഴിഞ്ഞാൽ മാത്രമേ റവന്യൂ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നിങ്ങൾക്ക് എപ്പോഴാണ് റവന്യൂ ജനറേറ്റ് ആവാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് ആ ഒരു ആമസോൺ അഫിലിയേറ്റിന്റെ ആ ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾ നോക്കി കഴിയുമ്പോൾ പിന്നെ അവിടെ നിങ്ങൾക്ക് ഡേറ്റ് വൈസ്, മന്ത് വൈസ് അതൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഇപ്പം ടോട്ടൽ ഒരു എമൗണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും അതൊക്കെ എവിടെയാണ് കാണാൻ പറ്റുക എന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊക്കെ എവിടെയാണ് കാണുക എന്നുള്ളത്. ഈ ഒരു ഡാഷ്ബോർഡ് ഉണ്ടല്ലോ, ഡാഷ്ബോർഡിൽ നിങ്ങൾ എവിടെയാണ് മന്ത് ഡേറ്റ് മാറ്റുന്നത്, ഓരോ മാസം മന്ത് വൈസ് ആയിട്ട് എങ്ങനെ കാണാം, അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നതാണ്. പിന്നെ അടുത്തൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, അധികം ആൾക്കാർ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഇന്ത്യയിൽ മാത്രം, അതായത് നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു ബ്ലോഗിലൂടെയൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരും ഏത് രാജ്യത്തുള്ള ഒരാളായാലും അവർക്ക് ആമസോണിലെ ലിങ്കിൽ കൂടെ അവരെ നാട്ടിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റും എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് നിങ്ങൾ ചെയ്യാൻ ക്ഷമയുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യുക. ഇവിടെ കുറച്ച് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറ്. ഓക്കെ. അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ വൺ ലിങ്ക് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. വൺ ലിങ്ക് സിസ്റ്റത്തിൽ എന്താണെന്ന് വെച്ചാൽ, അവർ ഈ ഒരു ആമസോണിൻ്റെ ലിങ്ക് ഏത് നാട്ടിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അവരെ നാട്ടിലത്തെ ഓട്ടോമാറ്റിക്കലി അവരെ നാട്ടിലെ പിന്നെ വെബ്സൈറ്റിലേക്ക് അത് ലാൻഡ് ചെയ്യും. ഓക്കെ. അതാണ് വൺ ലിങ്ക് സിസ്റ്റം. ഇപ്പോൾ വൺ ലിങ്ക് സിസ്റ്റം ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, USA അതായത് Amazon.com നിങ്ങൾ അക്കൗണ്ട് ഉണ്ടാക്കുക. ഓക്കെ. ശ്രദ്ധിച്ച് കേട്ടോളാം. ഇതെങ്ങനെ ചെയ്യണമെന്ന് വേണമെങ്കിൽ ഞാൻ വീഡിയോ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഞാൻ എന്തായാലും വീഡിയോ കാണിച്ചാൽ, നിങ്ങൾ ഒരു കമൻറ്റ് വരികയാണെങ്കിൽ ഞാൻ എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ. എനിക്കും എൻ്റെതും ഏകദേശം ഒരു സമയമായി. അതൊരു Amazon.com ഓൾറെഡി എനിക്ക് ഐഡിയ ഉണ്ട്. അതിൽ നിന്ന് അത്യാവശ്യം പർച്ചേസിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ പർച്ചേസിന് വേണ്ടി നമുക്ക് USA ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കാം. അതൊക്കെ നമുക്ക് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ, നമ്മളെ അക്കൗണ്ട് ഡിസേബിൾ, എൻ്റെ എത്രയോ പ്രാവശ്യം USA അക്കൗണ്ടും ഡിസേബിൾ ആയതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ആക്ടിവേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി എൻ്റെ USA കുറച്ച് ആൾക്കാരോട് ഞാൻ കുറച്ച് പ്രോഡക്റ്റ് അവിടെ വാങ്ങി വിടും. അതുകൊണ്ട് അത് ആക്റ്റീവാണ്. അതവിടെ കേട്ടോ. പക്ഷേ എല്ലാ നാട്ടിലും നമുക്ക് റിലേറ്റീവ്സ് വേണമെന്നില്ലല്ലോ. അതവിടെ കേട്ടോ. അപ്പോൾ ആ വൺ ലിങ്ക് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ Amazon.com ഒരു പിന്നെ ID ക്രിയേറ്റ് ചെയ്യുക. അപ്പം അവിടെ നമുക്ക് വൺ ലിങ്ക് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം അവിടെ കാണാം. അവിടെ സെറ്റിങ്ങിലുണ്ടാവും വൺ ലിങ്ക്. അപ്പോൾ ആ വൺ ലിങ്ക് കിട്ടാൻ വേണ്ടി നമുക്ക് കുറേ കൺട്രിയിൽ അക്കൗണ്ട് തുടങ്ങണം. ഓക്കെ. യു ആർ ഗെറ്റിംഗ് കുറേ അതായത് പാരീസ്, മറ്റേ ഇംഗ്ലണ്ട്, ഇപ്പോൾ അങ്ങനെ കുറേ രാജ്യങ്ങൾ അവിടെ ഒക്കെ ഇതേപോലെ നമ്മൾ ഈ ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് ആമസോൺ അക്കൗണ്ട് എങ്ങനെ തുടങ്ങി അതുപോലെ കുറേ രാജ്യങ്ങളൊക്കെ ഉണ്ട്. ആ രാജ്യങ്ങൾക്കൊക്കെ നമ്മൾ അക്കൗണ്ട് തുടങ്ങാം. അപ്പോൾ അതിൻ്റെ ഒക്കെ പേരിൽ നമുക്ക് ID ഇങ്ങനെ കുറേ ID ഉണ്ടാവും. നമ്മൾ സ്റ്റോർ ID ഉണ്ടല്ലോ, അത് അത്രയും ഓരോ രാജ്യത്തിലേക്കും നമുക്ക് ID വന്നുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയും ID നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലേ, എന്നിട്ട് അവിടെ ഒരു വൺ ലിങ്ക് സിസ്റ്റം എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്, അതിലേക്ക് പോവുക. അപ്പോൾ ഈ നമ്മളുണ്ടാക്കിയ ഐഡിയകളൊക്കെ എന്തായി ഒരു ലിങ്കായിട്ട് നമുക്ക് അത് കൺവേർട്ട് ആവും. ഓക്കെ. ആ ലിങ്ക് നമുക്ക് എവിടെ വഴി ഷെയർ ചെയ്താൽ അത് ഏത് രാജ്യക്കാർ അത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും അവരെ രാജ്യത്ത് പോയി ലാൻഡ് ചെയ്യും. പക്ഷേ ഇവിടെ ഹാർഡ് വർക്ക് എന്താണ്, നമ്മൾ ഈച്ച് കൺട്രിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ട് ഉണ്ടാക്കണം. അത് മാത്രം അവിടെ തീരുന്നില്ല. ഞാനും അങ്ങനെ വിചാരിച്ചു, അതുകൊണ്ട് കാര്യം തീരുന്നു ഇല്ല. ഈച്ച് കൺട്രിയിൽ നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ഈച്ച് കൺട്രിയിൽ നിന്ന് ഓരോരോ സെയിലങ്ങ് വരണം.
ഇല്ലെങ്കിൽ അതും അക്കൗണ്ട് ഡിസേബിൾ ആവും. എൻ്റെത് അങ്ങനെ. ഇപ്പം ഞാൻ ഓൾറെഡി ഇന്ത്യൻ്റെ അക്കൗണ്ട് എൻ്റെ ഡിസേബിൾ ആയിട്ട് അതിനെ ഞാൻ എങ്ങനെയോ കഷ്ടപ്പെട്ടിട്ടാണ് അത് എനേബിൾ ആക്കി വെച്ചത്. USA അതുപോലെ ഒരുപാട് തവണ ഡിസേബിൾ ആയ ശേഷം അതും ഞാൻ. പക്ഷെ ഓരോ രാജ്യത്തിലുള്ള ആൾക്കാരെ കൊണ്ടും നമ്മൾ പ്രോഡക്റ്റ് വാങ്ങി അത് ഏബിളാക്കി വെക്കുന്നത് വെച്ചാൽ അത് കുറച്ച് ഇംപ്രാക്ടിക്കൽ അല്ലേ. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ഓരോ നിങ്ങളുള്ള ആൾക്കാരുള്ള രാജ്യത്തൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, ഒബ്വിയസ്ലി യു ക്യാൻ. അതിനുശേഷം നിങ്ങൾക്ക് ആ 1 ലിങ്ക് ഉണ്ടല്ലോ, ഡെഫിനറ്റ്ലി വിൽ വർക്ക്. ഓക്കെ, അപ്പോൾ അത് സംശയം അറിയല്ലോ എല്ലാ രാജ്യത്തേക്കും നിങ്ങൾ. അപ്പോൾ ബ്ലോഗ് റൈറ്റ് ചെയ്യുന്ന ഒരാളൊക്കെ ആണെങ്കിൽ ബ്ലോഗിൽ നമുക്ക് കാണാം നമുക്ക് വരുന്ന വ്യൂവേഴ്സ് പല നാട്ടിലെ. യൂട്യൂബ് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം നമ്മളെ ഒരു ലാംഗ്വേജിൽ നമ്മളിപ്പോൾ നമ്മുടെ ഹിന്ദിയിലോ മലയാളത്തിലോ നമ്മൾ യൂട്യൂബ് എടുക്കുക. ഇംഗ്ലീഷിൽ വീഡിയോ എടുക്കുന്ന ആൾക്കാർ കാര്യം വേറെ, അല്ലാത്ത വീഡിയോ എടുക്കുമ്പോൾ ആ വ്യൂവേഴ്സ്, ഇൻ്റർനാഷണൽ വ്യൂവേഴ്സ് ഒബ്വിയസ്ലി നമുക്ക് കുറവായിരിക്കും അല്ലേ. പക്ഷേ ബ്ലോഗ് റൈറ്റിംഗ് അങ്ങനെയല്ല. ബ്ലോഗ് റൈറ്റിംഗ് നോർമലി നമ്മൾ ഇംഗ്ലീഷിലാണല്ലോ എഴുതുന്നത് അല്ലേ. അപ്പം .com ബ്ലോഗ് ഡൊമൈനൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻ്റർനാഷണലി നമ്മുടെ വെബ്സൈറ്റ് പ്രൊമോട്ട് ആകും. അപ്പം നമ്മുടെ വ്യൂവേഴ്സും എന്താണ്, ഒബ്വിയസ്ലി ഇൻ്റർനാഷണൽ വ്യൂവേഴ്സ് ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മളൊരു ആമസോൺ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ വരുന്ന കസ്റ്റമേഴ്സ് പല രാജ്യക്കാരായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ 1 ലിങ്ക് നല്ല യൂസ്ഫുൾ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ശരി, 1 ലിങ്ക് എന്നുള്ള ഒരു സംഭവത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഏത് രാജ്യക്കാരിലേക്കും നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂ. എന്നാലും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ Amazon.com ഒരു അക്കൗണ്ട് നിങ്ങൾ ഉണ്ടാക്കുക. ഒബ്വിയസ്ലി USA നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആൾക്കാർ ഒരുവിധം നമ്മുടെ മലയാളികളൊക്കെ അല്ലേ USA ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നിങ്ങൾ ആരെക്കൊണ്ടെങ്കിലും ഒന്ന് പ്രോഡക്റ്റ് വാങ്ങിപ്പിച്ച് ഒന്ന് ആക്ടിവേറ്റ് ആക്കി വെക്കുക. പിന്നെ നിങ്ങൾ മെല്ലെ 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 അതാ പറഞ്ഞത്, ഓരോ കാര്യം നമ്മൾ പടിപടിയായി ചെയ്യും. ഒന്നും ഇന്ന് ചെയ്ത് നാളെ തന്നെ ഇഷ്ടം പോലെ പണം ഉണ്ടാക്കുന്ന വെച്ചാൽ നടക്കുന്ന കേസല്ല ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. യു ഹാവ് ടു വർക്ക് ഹാർഡ് ആൻഡ് യു ഹാവ് ടു കീപ് കണ്ടിന്യൂറ്റി വെക്കുക. മോട്ടിവേറ്റഡ് ആവുക, ഡീമോട്ടിവേറ്റ് ആവാതിരിക്കുക. ഇപ്പം ഞാൻ തന്നെ എനിക്കൊരു എക്സാമ്പിളാണ്. ഞാനൊരു വലിയൊരു യൂട്യൂബറൊന്നുമല്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യൂ കണ്ടാൽ തന്നെ അറിയാം, വളരെ കുറച്ച് വ്യൂ ഉള്ളൂ. എന്നാലും ഞാൻ ഡീമോട്ടിവേറ്റ് അല്ല, കാരണം എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ മതി വൈറലായാൽ ഹിറ്റാവാൻ വേണ്ടി. ഒരു വീഡിയോ വൈറലായാൽ മതി, അത് മതി എൻ്റെ വീഡിയോ ഗ്രോ ആവാൻ. മനസ്സിലാവുന്നുണ്ട്? ഓൾറെഡി മോണിറ്റൈസ് ആയിട്ടുണ്ട്, പക്ഷേ അത് വിചാരിച്ചിട്ട് എൻ്റെ എല്ലാ വീഡിയോയിലും വ്യൂ കുറവാണ്. ഓക്കെ, പക്ഷേ അതാണ് അവിടെയാണ് നമ്മുടെ പോസിറ്റീവ് തിങ്കിങ്. ഓക്കെ, നമുക്ക് ഒരു ദിവസം അതുകൊണ്ട് ഞാൻ ഈ പണി വിടുമോ? ഇല്ല. അപ്പം നിങ്ങൾ ഈ ഒരു അഫിലിയേറ്റ് ലിങ്ക് 2-3 പ്രാവശ്യം ഡിസേബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പണി വിട്ടാൽ അതേ പറഞ്ഞ ഒരു ചെറിയൊരു പെർസെൻറ്റേജേ ലോകത്ത് സക്സസ് ആവുന്നുള്ളൂ അല്ലേ. ചെറിയൊരു പെർസെൻറ്റേജ് ലോകത്ത്. അതെന്തുകൊണ്ടാണ്? കീപ്പ് ഓൺ വർക്കിംഗ്. ഹൂ എവർ വർക്കിംഗ് ഹാർഡ് they will 100% achieve. അപ്പോൾ അതൊരു മൈൻഡ് സെറ്റ് വെക്കുന്നവരൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പം നിങ്ങൾക്ക് ആമസോൺ ലിങ്കിലൂടെ പണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ളവർ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുക. യു ക്യാൻ റീച്ച് ടു ലെവൽ. ഓക്കെ, നല്ലൊരു പണം സമ്പാദിക്കാൻ പറ്റും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ മേലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ പറയുന്ന രീതിയിലുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളിവിടെ പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി നല്ലൊരു കമൻസ് വരികയാണെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി വീഡിയോ എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്. ഒരു 10 ആളായാലും ഞാൻ വീഡിയോ എടുത്തു തരും. ഓക്കെ, അപ്പം ഇനി അടുത്ത വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഐ എം സൈനിങ് ഓഫ്, ലീന സുജീത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു